അസ്സലാമു റഹീമാണ്. വിവരങ്ങൾ അന്വേഷിച്ചിരുന്നോ ആരെങ്കിലും? അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ തേടിത്തിരഞ്ഞ് നമ്പറുകൾ കണ്ടെത്തി മെസ്സേജുകൾ തൊടുത്തുവിടാനും വിവരങ്ങൾ അന്വേഷിക്കാനും തിടുക്കം കൂട്ടിയിരുന്ന ആളുകളിൽ നിന്ന് നീ ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുമ്പോൾ അത്തരത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് നിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് അവരിൽ നിന്ന് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. വിരളമായ വിരലിലെണ്ണാവുന്ന ചില ആളുകളിൽ നിന്ന് മാത്രം. എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തേടിത്തിരഞ്ഞ് നിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നില്ലേ? നിന്റെ പ്രയാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ ഒരൽപ്പം തിരക്കിലാണ്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ പള്ളികളിൽ ഞാനും പങ്കാളിയായി എന്നല്ലാതെ പ്രവാസിയായ എന്നെ നേരിൽ കണ്ട ഒരാൾ പോലും നീ നിൽക്കുന്ന പ്രദേശത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പലവരോടും അന്വേഷിച്ചിട്ടുണ്ടാവാം. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പ്രവാസികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിലവിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം നാളെ ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മറിഞ്ഞാൽ വീണ്ടും പ്രയാസങ്ങൾ വരുമ്പോൾ പ്രവാസികളെ ഞങ്ങൾക്ക് ആവശ്യം വരുമല്ലോ എന്നതോർക്കുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടോ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ല മെസ്സേജുകൾ അയക്കാത്തത്, ഒരല്പം തിരക്കിലാണ്, അതുകൊണ്ട് മാത്രമാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം പടച്ചോനെയും പ്രവാസികളെയും ഓർക്കുന്ന ചില കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവരുമല്ല, എങ്കിലും മുൻകഴിഞ്ഞു പോയ പല സാഹചര്യങ്ങളിലും നമ്മൾ അത് കണ്ടതാണ്. ഒരു പ്രവാസി എന്ന നിലയിൽ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, പ്രയാസങ്ങൾ മാത്രം വരുമ്പോൾ നിങ്ങളെ തെരയുന്നവരെ കണ്ടറിയുക. കാര്യലാഭങ്ങൾക്ക് വേണ്ടി അല്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, അവരെ ചേർത്ത് പിടിക്കുക.